പുതിയ ദേശീയപാത 66 മലപ്പുറം ജില്ലയിൽ ഈ മാസം 30 മുതൽ ടോൾ പിരിവ് ആരംഭിക്കും. വെട്ടിച്ചിറയിലാണ് ജില്ലയിലെ ഏക ടോൾ പ്ലാസയുള്ളത്. വിശദവിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പത്രമാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. ടോൾ സംബന്ധിച്ച വിവരങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം ഭാഷകളിൽ 3 ദിവസത്തിനുള്ളിൽ ലഭ്യമാകുമെന്ന് KNRC കമ്പനിയുടെ സാങ്കേതിക വിഭാഗം വൈസ് പ്രസിഡന്റ് സി മുരളീധരൻ റെഡ്ഡി പറഞ്ഞു. കൂരിയാട് തകർന്ന ഭാഗം തൂണുകൾ ഉപയോഗിച്ച് പുനർനിർമ്മിക്കുന്ന പണി ഫെബ്രുവരി പകുതിയോടെ തീർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ പരിധിക്കുള്ളിലെ സ്വകാര്യ വാഹനങ്ങൾക്ക് ടോൾ നിരക്കിൽ ഇളവ് നൽകുമെന്ന് ദേശീയപാത ലൈസൺ ഓഫീസർ PPM അഷ്റഫ് അറിയിച്ചു. എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്ന പാസിന് 1 മാസത്തേക്ക് 340 രൂപയാവും നിരക്ക് വരിക എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഈ തുകയും 30-നുള്ളിൽ തീരുമാനിക്കും. ഇത്തരം യാത്രക്കാർ ആധാർ കാർഡുമായി ടോൾ പ്ലാസയിലെത്തിയാൽ പാസ് നൽകും. 24 മണിക്കൂറിനുള്ളിൽ 2 തവണ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് 2ാം തവണ ടോൾ തുകയുടെ പകുതി തുക നൽകിയാൽ മതിയാവും. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. സ്വർണം വാങ്ങി, പക്ഷെ ബില്ല് വാങ്ങിയില്ല. അയ്യോ, കടക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും ബില്ല് വേണ്ട, GST ലാഭിക്കാന്നൊക്കെ. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി എത്ര വലിയ റിസ്ക് എടുക്കുന്നത്. നാളെ ഒരു നിയമം വരും. ഒറ്റ രാത്രി കൊണ്ട് 1000-ന്റെ നോട്ടൊക്കെ നിരോധിച്ചല്ലേ, അതുപോലെ നാളെ സ്വർണം പണയം വെക്കണമെങ്കിൽ അല്ലെങ്കിൽ വിൽക്കണമെങ്കിൽ ഒറിജിനൽ ബില്ല് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ സ്വർണം അണിയാൻ വേണ്ടി മാത്രമുള്ളല്ലോ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടല്ലേ. അതുകൊണ്ട് സ്വർണം വാങ്ങുമ്പോൾ GST നൽകിയെന്ന് ഉറപ്പുവരുത്തുക. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ.